ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കാതിരിക്കുന്നത് ഇത്ര ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇതുവരെ കരുതിയിട്ടില്ല. ഒരു വീഡിയോ ഉണ്ട്, അത് പാത്രം കഴുകുന്നതിനെ കുറിച്ചാണ് പറയാം. ഒരു കുട്ടി അവൻ കഴിച്ച പ്ലേറ്റ് കഴുകി വയ്ക്കുന്നില്ലെങ്കിൽ അതൊരു ഡിസിപ്ലിൻ പ്രോബ്ലം അല്ല, ഫ്യൂച്ചർ പ്രോബ്ലമാണ്. പ്ലേറ്റ് അല്ല ഇഷ്യൂ, അത് നൽകുന്ന പാടാണ്. നീ എന്ത് മെസ്സ് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, അത് വേറെ ആൾക്കാരൊന്ന് ക്ലീൻ ചെയ്തുകൊള്ളുന്നൊരു പാഠം. ഓരോ തവണയും മക്കൾ കഴിച്ച് കഴിയുമ്പോൾ അമ്മമാർ പ്ലേറ്റ് പിക്ക് ചെയ്യുമ്പോൾ ഒരു സൈലൻ്റ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. യു ഡോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി, സംവൺ എൽസ്. ഈ മെസ്സേജ് കുട്ടികളുടെ ഉള്ളിലേക്ക് വളരെ ഡീപ്പായിട്ട് കയറും. അത് ഡേഞ്ചറസ് ആണ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് അഡൽറ്റിനെ ഉണ്ടാക്കും. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ജോലിയെ കുറ്റപ്പെടുത്തും, ബോസിനെ കുറ്റപ്പെടുത്തും, സിസ്റ്റത്തെ കുറ്റപ്പെടുത്തും. അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, പക്ഷേ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. എൻ്റെ പേരൻസെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ട് അവർ കഴിച്ച പ്ലേറ്റ് കഴിപ്പിക്കണം, അവരുടെ ഡ്രസ്സ് അലക്കിപ്പിക്കണം, അവർ റെസ്പോൺസിബിൾ ആക്കണം. അവരോട് പറയണം, ഇതൊരു ഹോട്ടലല്ല, ഇത് വീടാണ്, ഇവിടെ ആരും വേലക്കാരല്ല. മേക്ക് ദം റെസ്പോൺസിബിൾ. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നു, ഈശോ എങ്ങനെയാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. 3 ദിവസമായിട്ടൊരു ജനക്കൂട്ടം ഈശോയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ അവരുടെ സങ്കടം തിരിച്ചറിയാണ്. ശിഷ്യന്മാരല്ല, ഈശോയാണ് ശിഷ്യന്മാരെ വിളിച്ച് പറയുന്നത്, ഒരു 3 ദിവസമായിട്ട് എൻ്റെ കൂടെയുണ്ട്, ഇവിടെ കയ്യിലൊന്നും അപ്പൂല്ല, ഇവർക്ക് വിശക്കുന്നുണ്ട്, ഒരു വീട്ടിലൊക്കെ പറഞ്ഞു വിട്ട് ഒരു വഴിയിൽ തളർന്നു വീഴും, പലരും വളരെ ദൂരത്തുനിന്ന് വരുന്നത്. ഇത്തരം ഡീറ്റെയിൽസ് ഈശോയാണ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഇത് വിജനപ്രദേശത്ത് ഇത്രയും പേർക്ക് എങ്ങനെ അപ്പം കൊടുക്കും? അവർ ഈസിയായിട്ട് കൈ കഴുകാണ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അതെടുത്ത് കൊടുക്ക്. ഈശോ ബോധപൂർവം അവരെ കൊണ്ട് വിളമ്പിപ്പിക്കുകയാണ്. ആദ്യം അപ്പം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് മത്സ്യം എടുത്ത് വിളമ്പാൻ പറയുന്നു. പിന്നീട് ബാക്കി വരുമ്പോൾ അതൊക്കെ ശേഖരിക്കാൻ പറയുന്ന ആരുടെ? ശിഷ്യന്മാരോട് തന്നെയാണ്. ജീസസ് ഈസ് മേക്കിംഗ് ദം റെസ്പോൺസിബിൾ. എടാ, നീ ഉണ്ടാക്കിയ മെസ്സല്ല, പക്ഷേ നീ തന്നെ അത് ക്ലീൻ ചെയ്യണം, നീ തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് അനുകമ്പ, ദാറ്റ് ഈസ് കോൾഡ് കരുതൽ.